ആ ബ്രഹ്മസൂത്രം എന്തെങ്കിലും തൂണിലോ ഭിത്തിയിലോ വന്ന് മുട്ടുന്നതായിട്ട് വന്നാൽ അവിടെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. കാരണം ക്രമേണ നമ്മുടെ നട്ടല് സമയത്ത് കക്കൂസ് കുഴി എവിടെ വരുന്നു, കക്കൂസ് എവിടെ വരുന്നു, പഠനമുറി എവിടെ വരുന്നു, ബെഡ്റൂം എവിടെ വരുന്നു എന്നുള്ളതെല്ലാം നോക്കുക. അപ്പൊ ഏതെങ്കിലും പൊസിഷൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പിന്നെ പഞ്ചഭൂതങ്ങളുടെ ആ ഒരു സമന്വയം. എവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വീഡിയോസ് ആണ്. അപ്പൊ അതിൽ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ പഴയ വീടുകളുടെ റെനോവേഷൻ വാസ്തുശാസ്ത്രപരമായ രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ വീട് റെനോവേഷൻ ചെയ്യണം എന്നൊരു ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിൽ വാസ്തുപരമായിട്ട് തന്നെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിൽ വാസ്തുവിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചാൽ. കാരണം എന്താ വെച്ചാൽ വാസ്തു പറയുന്നുണ്ട് എപ്പോഴും വടക്ക് കിഴക്ക് ഭാഗം ധാരാളമായി ഇരിക്കണം. അതായത് തുറസായി ഇരിക്കണം, ധാരാളം. വടക്ക് കിഴക്ക് ഭാഗത്ത് ധാരാളം മുറ്റമുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ വീടിന് നല്ലതാണ്. അതുപോലെ തെക്കും പടിഞ്ഞാറും കുറഞ്ഞിരിക്കണം, അതുപോലെ തെക്കും പടിഞ്ഞാറും ഉയർന്നിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ തന്നെ, വടക്ക് കിഴക്ക് വിശാലമായിരിക്കണം, വടക്ക് കിഴക്ക് ചരിഞ്ഞിരിക്കണം. തെക്ക് പടിഞ്ഞാറ് കുറഞ്ഞിരിക്കണം, അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഉയർന്നിരിക്കണം. ഇത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു നിയമമാണ്. അപ്പൊ നമ്മളൊരു എക്സ്റ്റൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വീടിന്റെ എക്സ്റ്റൻഷൻ കിഴക്ക് ഭാഗത്ത് കുറച്ച് മുറ്റം ഉണ്ടെന്ന് കരുതിയിട്ട് മുന്നോട്ട് അങ്ങ് തള്ളിക്കഴിഞ്ഞാൽ തെക്കും പടിഞ്ഞാറും ധാരാളമായി വരികയും കിഴക്ക് ഭാഗം കുറയുകയും ചെയ്യുമ്പോൾ വീടിന്റെ സ്ഥാനത്തില് ഇല്ലെങ്കിൽ ആ ഭൂമിയുടെ അളവിൽ ഈ ഊർജം വരുന്ന അളവിൽ വ്യത്യാസം വരും. അതുമൂലം ജീവിതത്തിൽ പ്രതിസന്ധികൾ പിന്നീട് വരാം. അതുകൊണ്ട് വടക്ക് ഭാഗത്തേക്കും കിഴക്ക് ഭാഗത്തേക്കും മാക്സിമം എക്സ്റ്റൻഷൻ എടുക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തെക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്രത്തോളം നമുക്ക് സ്ഥലമുണ്ടോ അത് ആ സ്ഥലത്തെ വീടിന്റെ ഭാഗമാക്കി എടുക്കുമ്പോൾ വീടിന്റെ പറമ്പിന്റെ അളവ് കുറയുകയും ആ തെക്ക് പടിഞ്ഞാറ് കുറഞ്ഞിരിക്കണം എന്ന് പറയുന്ന വാസ്തു നിയമം അവിടെ ശരിയായി വരികയും ചെയ്യും. അപ്പൊ വീടിന്റെ തെക്കും പടിഞ്ഞാറും ഭാഗത്തേക്ക് എക്സ്റ്റൻഷൻ ചെയ്യുക. ഈ തെക്കും പടിഞ്ഞാറ് ഭാഗം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം ശ്രദ്ധിക്കാനുണ്ട്. ഏതെങ്കിലും ഒരു കോണ് മാത്രം എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കുക. അതായത് വീടിന്റെ ഏത് ഭാഗം എക്സ്റ്റൻഷൻ ചെയ്യുകയാണെങ്കിലും ഏതെങ്കിലും ഒരു ദിശ മാത്രം, ഇപ്പൊ വടക്ക് കിഴക്ക് മൂല മാത്രം തള്ളുക, ഇല്ലെങ്കിൽ തെക്ക് കിഴക്ക് മൂല മാത്രം തള്ളുക, തെക്ക് പടിഞ്ഞാറ് മൂല മാത്രം തള്ളുക. ഇങ്ങനെ എടുക്കുമ്പോൾ പഞ്ചഭൂതങ്ങളുടെ എന്താ പറയാ സമന്വയത്തില് ആ വീടിന് ആ ഊർജക്കുറവ് നേരിടേണ്ടി. ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മള് കട്ടിങ് ഒക്കെ പറയാറുണ്ട്. ഈ തെക്ക് കന്നിമൂല ഇല്ല എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലെ കാരണം ഈ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒരു വർക്ക് ഏരിയ തള്ളിയെടുക്കും. അപ്പൊ ഈ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒരു വർക്ക് ഏരിയ തെക്ക് സൈഡിലേക്ക് തള്ളിയെടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂല കട്ടാവും. അപ്പൊ നമ്മുടെ ആ വീടിന് കന്നിമൂല ഇല്ലാതാവും എന്ന് പറയും. അപ്പൊ ഈ രീതിയിൽ ഏതെങ്കിലും ഒരു മൂല മാത്രം എടുക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ആ ഡയറക്ഷൻ മുഴുവൻ ഉത്തമമായ ഒരു അളവിലാക്കി ആ ഡയറക്ഷൻ മുഴുവൻ എക്സ്റ്റെൻഡ് ചെയ്ത്. ഇതാണ് റെനോവേഷൻ ചെയ്യുന്ന സമയത്ത് എക്സ്റ്റൻഷൻ എന്നൊരു ഐഡിയ സങ്കല്പം ഉണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തത്, നിങ്ങൾ എന്തിന്റെ എക്സ്റ്റൻഷൻ ആണ് ചെയ്യുന്നത്? ഇപ്പൊ അടുക്കളയ്ക്കാണോ, അതോ ബെഡ്റൂമിനാണോ, വേറെ എന്തെങ്കിലും ഒരു സിറ്റ് ഔട്ടോ ഓപ്പൺ ലിവിങ് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ അതിന് വാസ്തുപരമായിട്ടുള്ള സ്ഥാനങ്ങൾ നോക്കിയിട്ട് വേണം എക്സ്റ്റൻഷൻ. ഇപ്പൊ വടക്ക് കിഴക്ക് ഭാഗത്തേക്കൊക്കെ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് അടുക്കളയ്ക്കോ വർക്ക് ഏരിയക്കൊക്കെ ആണെങ്കിൽ അത് ഭാവിയിൽ അവിടെ ഉണ്ടാവുന്ന ഊർജക്കുറവിന് കാരണമാകും, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ആ ഭാഗങ്ങൾ നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആവശ്യം ഒന്നില്ലെങ്കിൽ ഒരു ഓപ്പൺ ലിവിങ്, അല്ലെങ്കിൽ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട്, അല്ലെങ്കിൽ ഒരു പൂജാമുറി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആ ഭാഗം മുഴുവനായിട്ട് എക്സ്റ്റൻഷൻ ചെയ്തെടുക്കാം. അപ്പോ നിങ്ങളുടെ ആവശ്യങ്ങൾ കിടപ്പ് മുറിക്കാണോ, പ്രാർത്ഥനാ മുറിക്കാണോ, അതോ മറ്റ് ഓഫീസിനാണോ, അടുക്കളയ്ക്കാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് വാസ്തുപരമായിട്ടുള്ള രീതിയിൽ തന്നെയാവണം. എന്നിട്ട് ആ അളവിനെ, ഇപ്പൊ നമ്മളൊരു വീടിന്റെ ചുറ്റളവിലായിരിക്കും നമ്മൾ വീട് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനോട് ചേർത്തി ഒരു വീട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ എടുക്കുന്ന സമയത്ത് അടുത്ത ചുറ്റളവ് ഉത്തമത്തിലാക്കി എടുക്കേണ്ടതിന്റെ
ആവശ്യകതയും ഉണ്ട്. അപ്പൊ അടുത്ത ചുറ്റളവും അത് ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യാൻ. പിന്നെ ഉള്ളില് എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് ഗൃഹമധ്യ സൂത്രങ്ങൾ, ഇപ്പൊ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും സെൻട്രലായിട്ട് ഒരു 2 ലൈന് വരയ്ക്കുമ്പോൾ, അപ്പൊ ബ്രഹ്മസൂത്രം, യമസൂത്രം എന്നൊക്കെ പറയുന്ന വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന ചില സൂത്രങ്ങളുണ്ട്. ഈ സൂത്രങ്ങള് ഭിത്തിയിൽ മുട്ടാതിരിക്കുക, അതായത് നമ്മുടെ സ്ട്രൈറ്റ് ടു സ്ട്രൈറ്റ് വരുന്ന ഭിത്തിയിൽ മുട്ടുന്ന രീതിയിൽ, അതുപോലെ നമ്മുടെ സ്റ്റെയറിന്റെ അടിയിലേക്ക് പോകുന്ന രീതിയിൽ, അതായത് ഈ ഗൃഹമധ്യ സൂത്രങ്ങളിൽ അമിതമായിട്ടുള്ള ഭാരമുള്ള കൺസ്ട്രക്ഷൻ, തൂണുകളോ ഭിത്തികളോ വരാതെ വേണം അടുത്ത അളവിൽ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അറിവില്ലായ്മ കൊണ്ട് ഒരു അളവിൽ നമ്മൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കും. ചിലപ്പോ കണക്ക് നോക്കാതെ, ഈ സൂത്രം നോക്കാതെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് ഒരു അളവെടുത്ത് ആ ബ്രഹ്മസൂത്രം എന്തെങ്കിലും തൂണിലോ ഭിത്തിയിലോ വന്ന് മുട്ടുന്നതായിട്ട് വന്നാൽ അവിടെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതായി. കാരണം ക്രമേണ നമ്മുടെ നട്ടല്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ നട്ടലിനാണ് ആ ഒരു എഫക്ട്. അതായത് നമുക്ക് ശരീരം അനക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഊർജക്കുറവ് നേരിടുകയും പതിയെ അത് നമ്മുടെ ശരീരത്തെ തളർത്തുകയും ചെയ്യുന്ന രീതിയിൽ ഒരു വീടായി മാറാനും സാധിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും ബ്രഹ്മസൂത്രവും യമസൂത്രവും കടന്നു പോകുന്ന വഴികളെ കുറിച്ച് ചിന്തിക്കുക എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ. പിന്നെ നിലവിലുള്ള സ്ഥാനങ്ങൾ, ഇപ്പൊ നമ്മളൊരു അളവിലേക്കും അടുത്ത അളവിലേക്ക് മാറ്റുന്ന സമയത്ത് കക്കൂസ് കുഴി എവിടെ വരുന്നു, കക്കൂസ് എവിടെ വരുന്നു, പഠനമുറി എവിടെ വരുന്നു, ബെഡ്റൂം എവിടെ വരുന്നു എന്നുള്ളതെല്ലാം നോക്കുക. അപ്പൊ ഏതെങ്കിലും പൊസിഷൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഇനി പഞ്ചഭൂതങ്ങളുടെ ആ ഒരു സമന്വയം അല്ലെങ്കിൽ അതിന്റെ ഒരു താളപ്പിഴ കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തില് നിരന്തരമായ ഊർജക്കുറവുകൾ, പ്രശ്നങ്ങൾ പിന്നീട് വരാം. അപ്പോ ഒരു വീടിന്റെ റെനോവേഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ, വാസ്തുപരമായ രീതിയിൽ ശരിയാക്കേണ്ടതിന്റെ ആവശ്യകത വളരെ പ്രധാനമാണ്. അത് കൃത്യമായിട്ടുള്ള ഒരു ഇതില്, അതിനാണ് ആദ്യം ഒരൊറ്റ നിയമം ആണ് അതിന്റെ ബേസിക് ആയിട്ടുള്ളത്. വടക്കും കിഴക്കും കൂടിയിരിക്കണം, തെക്കും പടിഞ്ഞാറും കുറഞ്ഞിരിക്കണം. അതുപോലെ വടക്കും കിഴക്കും താഴ്ന്നിരിക്കണം, തെക്കും പടിഞ്ഞാറും ഉയർന്നിരിക്കണം. ഒരു സ്റ്റെയർ കേസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനെല്ലാം വാസ്തു കൃത്യമായ ദിശ പറയുന്നുണ്ട്. ഇപ്പൊ തെക്ക് നടുക്ക്, പടിഞ്ഞാറ് നടുക്ക്, തെക്ക് കിഴക്ക്, വീടിനകത്താണെങ്കിൽ തെക്ക് കിഴക്ക്, ഈ ഭാഗത്തൊക്കെ ഈ സ്റ്റെയർ കേസ് വരുമ്പോൾ ഭാരം ആ വീടിന്റെ ബാലൻസ് ആവും. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കുഴികൾക്കുള്ള സ്ഥാനങ്ങൾ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ ഒരു നിയമത്തെ മാത്രം സങ്കല്പിച്ചുകൊണ്ട് തന്നെയാണ് റെനോവേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു വീടിന്റെ വാസ്തു ഉത്തമത്തിലാക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.